നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ ഇറാന് സൈനിക സഹായം നൽകുന്നതിനെതിരെ ചൈനയ്ക്ക് കനത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് ചൈന പിന്തുണ നൽകുന്നതായി തെളിഞ്ഞാൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഒന്നും രണ്ടുമല്ല 50% അധിക താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വക ഭീഷണി എത്തിയത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ഭീഷണി മുഴക്കിയത്. എന്തായാലും ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ചൈന നീക്കം നടത്തുന്നതായുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇറാനുമായുള്ള എണ്ണ വ്യാപാരം ചൈന അവസാനിപ്പിക്കണമെന്നും പകരം അമേരിക്കയുടെ വ്യാപാര പങ്കാളിയായ വെൻസ്ലേയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കണമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്യുന്നു. നിലവിലെ വെടിനിർത്തൽ സാഹചര്യം ഇറാൻ ആയുധങ്ങൾ ശേഖരിക്കാൻ ദുരുപയോഗം ചെയ്യുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തങ്ങൾ ഒരു പക്ഷത്തേക്കും ആയുധങ്ങൾ കൈമാറുന്നില്ല എന്നുമാണ് ചൈനീസ് എംബസി ഔദ്യോഗികമായി വ്യക്തമാക്കിയത്. ടെഹ്റാനിലേക്കുള്ള ആയുധങ്ങൾ കൈമാറാൻ ബീജിംഗ് സൗകര്യം ഒരുക്കുന്നുണ്ട് എന്ന ആശങ്കകൾക്കിടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന എത്തിയത്. പ്രത്യേകിച്ച് US സൈനിക വിമാനങ്ങൾ ലക്ഷ്യമിടാൻ ഉപയോഗിക്കുന്ന തോളിൽ നിന്നും പ്രവർത്തിക്കുന്ന ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സംവിധാനങ്ങൾ ചൈന ഇറാന് നൽകുന്നുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. ഇത്തരത്തിൽ സാധ്യതയുള്ള ആയുധ കയറ്റുമതി മിഡിൽ ഈസ്റ്റിലെ US സുരക്ഷാ താൽപര്യങ്ങൾക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചൈന, ബ്രസീൽ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കാൻ ട്രംപ് മുമ്പും ഇത്തരം സാമ്പത്തിക നടപടികൾ ഉപയോഗിച്ചിരുന്നു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻപ് മാറ്റിവെച്ചിരുന്ന തന്റെ ചൈന സന്ദർശനം അടുത്ത മാസം നടക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധവും സുരക്ഷാ പ്രശ്നങ്ങളുമായിരിക്കും സന്ദർശനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്തു നടക്കുമ്പോഴും സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ഇറാനെയും ചൈനയും ഒരേപോലെ പ്രതിരോധത്തിലാക്കുകയാണ് അമേരിക്കയുടെ നീക്കം. ചൈനയ്ക്കെതിരെ ഭീഷണി മുഴക്കുന്നതിലൂടെയും ചൈനയ്ക്ക് ക്രൂഡ് ഓയിൽ വിൽക്കാൻ തയ്യാറാണ് എന്ന് ട്രംപ് അറിയിച്ചിരുന്നു. അമേരിക്കയിൽ നിന്നുമുള്ള എണ്ണയ്ക്ക് പുറമെ വെനിസ്വേലയിൽ നിന്നുമുള്ള എണ്ണയും നൽകാമെന്നാണ് വാഗ്ദാനം. ഈ വർഷം ആദ്യം വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ US പിടികൂടിയതിനെ തുടർന്ന്, അതിന് പിന്നാലെയാണ് നിലവിൽ വെനിസ്വേലയുടെ ഭരണം അമേരിക്കയുടെ നിയന്ത്രണത്തിന് കീഴിലായത്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതും മേഖലയിൽ വീണ്ടും യുദ്ധഭീതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് ചൈന ഇറാന് ആയുധം നൽകുന്നു എന്ന വിവരവും പുറത്തു വന്നത്. എന്നാൽ ഈ വിവരം ചൈന നിരുപാധികം തന്നെ നിഷേധിച്ചിട്ടുമുണ്ട്.